കഴിഞ്ഞ ആഴ്ച കേരളക്കരെ ഞെട്ടിച്ചൊരു വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. അതെ, തിരുവല്ലയിലുള്ള സ്പാ ജീവനക്കാരെ കൂട്ടബലാത്സംഗം ചെയ്തു ഗുണ്ടകൾ ചേർന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയവും ഈ അനധികൃതമായി വളർന്നു വരുന്ന സ്പാകളെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ വോയിസ് ഓഫ് ഫന്റാജിലേക്ക് സ്വാഗതം. ശരിക്കും അത് കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഒരുപക്ഷെ നമ്മൾ പലരും ചിന്തിക്കും, ഇത് കേരളത്തിൽ നടക്കുമോ എന്ന്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ നടക്കുമെന്നുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല അഭിപ്രായങ്ങളും നടക്കുന്നു. ഗുണ്ടാ പിരിവിൻ്റെ പേരിലാണ് അങ്ങനെ സംഭവം നടന്നതെന്ന് പറയുന്നുണ്ട്. അതല്ല, അനധികൃത സ്പാകൾ തമ്മിലുള്ള മത്സരമാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് നഗ്നമായൊരു സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ ഈ അനധികൃത സ്പാകളെ കുറിച്ച് നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ എടുക്കുവാനുള്ള കാരണം. ഇന്ന് കേരളത്തിൽ കൂണുകൾ പോലെയാണ് ആയുർവേദ അനധികൃത സ്പാകളുടെ വളർച്ച എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയുർവേദ സ്പാ അവിടെ ഒരു സ്ഥാപനം സ്ഥാപിക്കണമെങ്കിൽ അതിന് കുറേ നിബന്ധനകളുണ്ട്. സർക്കാർ പറയുന്ന കുറേ നിബന്ധനകൾ. ആ നിബന്ധനകൾ ഏതാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതായത് ഒരു സ്പാ ഒരു സ്ഥലത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിനകത്ത് ഒരു രജിസ്റ്റേർഡ് ഡോക്ടർ ഉണ്ടായിരിക്കണം. അതുപോലെ കൃത്യമായ ഒരു ആയുർവേദ തെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കണം. ഇത് മാത്രമല്ല, ഒരു ആയുർവേദ സസ്യക്കൂട്ടം, അതായത് ആയുർവേദ സസ്യചെടികൾ വളർത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ധാര ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രോസ് മസാജിങ് പാടില്ല. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെയൊക്കെ അംഗീകാരം വേണം. അത് ആശുഷ്യൂഷലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം സംവിധാനങ്ങൾ ലഭിക്കുന്നതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ലൈസൻസിൽ ലഭിക്കണം. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഒരു ആയുർവേദ സ്പാ നമ്മുടെ കേരളത്തിൽ നിലനിന്ന് പോകാൻ. പക്ഷെ ഇന്ന് അതാണോ സംഭവിക്കുന്നത്? ഒരിക്കലുമല്ല. ഇന്ന് ഒരുപാട് അനധികൃത സ്പാകളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അനധികൃത സ്പാകൾക്ക് ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി കൃത്യമായും വേദ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചുകൊണ്ടാണ് അവർ ഇത്തരം അനധികൃത സ്പാകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അത് മാത്രമല്ല, ഇത്തരം അനധികൃത സ്പാകളിൽ വനിതാ ജീവനക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു ആയുർവേദ സ്പാ നമുക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറികൾ മാത്രമല്ല, വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയല്ല, വേറൊന്നുമല്ല, അതിൽ അലോപ്പതി ഡോക്ടറുടെ സൗകര്യം കൃത്യമായിട്ട് ലഭിക്കണം. ഇത്തരം സാധ്യതകൾ വച്ചുകൊണ്ട് വിനോദസഞ്ചാര വകുപ്പാണ് ആദ്യം ഇതിന് ലൈസൻസിൻ്റെ ഒരു സാധനം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? സിൽവർ, ഡയമണ്ട്, ഗോൾഡ് എന്നീ തലങ്ങളിലേക്ക് ഇത്തരം സ്പാകളെ വേർതിരിച്ചുകൊണ്ട് ഒരു ലൈസൻസ് സംവിധാനം കൊടുക്കും. അത് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നത് ഇതാണോ? അല്ല, ഒരിക്കലുമല്ല. ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരം സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഇവർ ലൈസൻസുകൾ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കാണ് ഇന്ന് കേരളത്തിലെ പല സ്പാകളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കൊടുക്കുന്ന പരസ്യങ്ങളിൽ പാവപ്പെട്ട ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ വീഴുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾ ഇത്തരം അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ ദൗർബല്യം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ നിലവാര തകർച്ച കൊണ്ട് ഇത്തരം സ്പാകളിൽ നിന്ന് ജോലി ചെയ്യാൻ നിർബന്ധിതമാവുകയും അത് ജോലി നേടിയെടുത്തതിന് ശേഷം മാത്രമാണ് അവർ അറിയുന്നത് ക്രോസ് മസാജിങ് പോലുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. അതായത് ക്രോസ് മസാജിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീകൾക്ക് വേണ്ടി മസാജ് ചെയ്യുന്നത് പുരുഷന്മാരും പുരുഷന്മാർക്ക് മസാജ് ചെയ്യുന്ന സ്ത്രീകളുമാണ് ഇന്ന് കേരളത്തിലെ പല സ്പാകളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല പീഡന കേസുകളും ഇന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള നഗ്നമായ സത്യം നിങ്ങൾക്ക് പലർക്കും അറിയാം. ഇത്തരം അനധികൃതമായി വരുന്ന സ്പാകൾ അവർ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ആയുർവേദ സ്പാകളാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അവർ പ്രധാനമായും ചെയ്യുന്നത് അത്തരം സ്ഥാപനങ്ങളിൽ ഒരു എണ്ണത്തോണി സ്ഥാപിക്കും. അല്ലാതെ മറ്റു ഒരു സംവിധാനങ്ങളും അവിടെ കാണത്തില്ല. ബാക്കിയെല്ലാം ഒരു ഹോട്ടൽ റൂമിൻ്റെ സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ എത്തുന്ന കസ്റ്റമർ എങ്ങനെ ചതിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എത്തുന്ന ഈ കസ്റ്റമറുകൾ സ്വാഭാവികമായിട്ട് ക്രോസ് മസാജിങ്ങിലേക്ക് പോവുകയും ഇത്തരം ക്രോസ് മസാജിങ് ചെയ്യുന്ന പെൺകുട്ടികളുമായി ചേർന്നുകൊണ്ട് അവരുടെ നഗ്ന ഫോട്ടോകളെ നിർബന്ധപൂർവ്വം എടുപ്പിക്കുകയും ഒരു ഹണി ട്രാപ്പ് പോലുള്ള മേഖലകളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ഒരുപാട് കസ്റ്റമറുടെ പൈസകൾ പോകുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് പിന്നീടുള്ള വാർത്തകൾ കാണുന്നുണ്ട്. അതുപോലെ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് സംഭവിക്കുന്നതും ഇത്തരം ഫോട്ടോകൾ എടുത്തുകൊണ്ട് അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധപൂർവ്വം ഈ പ്രവർത്തികളിലേക്ക് കൊണ്ടുപോകുന്നൊരു സംവിധാനമുണ്ട്.
ഇത്തരം അനധികൃത സ്പാകൾ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ ഗുണ്ടാ നേതാക്കളുമായി ഒരു സെറ്റപ്പ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഈ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയില്ല. കാരണം ഗുണ്ടാ നേതാക്കളെ കൊണ്ട് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്ന സംവിധാനത്തിലേക്കാണ് ഇത്തരം സ്പാകൾ കൊണ്ടുപോകുന്നത്. ഇന്ന് കേരളക്കരയിൽ ആ മൊത്തത്തിൽ, അതായത് കേരളത്തിൽ പണ്ട് എറണാകുളം ഭാഗങ്ങളിനകത്ത് ഇത്തരം സ്പാകൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ വിവിധ സെൻറ്ററുകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സ്പാകൾ ഒരുപാട് രീതിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ തിരുവല്ലയുടെ വിഷയം വന്നതിന് ശേഷം നമ്മുടെ അധികാരവർഗം സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വാർത്ത നിങ്ങൾക്കറിയാം. തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിലൊരു സ്പാ, തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടേറിയറ്റിന് സമീപം സ്ഥാപിക്കുന്ന ഒരു സ്പാ പൂട്ടിക്കുന്ന സംവിധാനം തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു. അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ പലതും പറയുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മേയറെ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ച ഒരു BJP നേതാവിൻ്റെതാണ് ഈ സ്പാ എന്നും അതിൻ്റെ ഭാഗമായാണ് ഈ നടപടിയെടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ദയവ് ചെയ്ത് രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ഇത്തരം മോശം പ്രവർത്തനങ്ങളെ കേരളത്തിൽ അനുവദിച്ചുകൂടാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒത്തൊരുമയോടെ ചെന്ന് അനാവശ്യമായ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എല്ലാവരും കടന്നു പോകേണ്ടത്. ഇതിലൊരിക്കലും രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യകതയില്ല. ഇതൊരു മോശപ്പെട്ട പ്രവണതയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നിലവാരം വെച്ചിട്ട് തന്നെയും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഭൗതിക സാഹചര്യം വെച്ച് തന്നെയും ഇത്തരം അനധികൃത സ്പാകൾ വളർത്തിക്കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യവും കേരളത്തിൽ. അതുകൊണ്ട് ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങളിലൊരു രാഷ്ട്രീയം കലർത്താതെ തന്നെ ഇത്തരം സ്പാകൾക്കെതിരെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.